ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് എൻ.ഡി.എ സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ ഏറുകയാണ്. വിവിധ രാഷ്ട്രത്തലവന്മാർ നരേന്ദ്രമോദിക്ക് അഭിനന്ദനമറിയിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്നത് രാജ്യത്തിന്റെ വിവിധ മേഖലയെ ബാധിച്ചിരുന്നു. സെൻസെക്സിലും നിഫ്റ്റിയിലും വലിയ ഇടിവാണുണ്ടായത്. 4 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ തകർച്ചയായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്നുണ്ടായത്. മുമ്പ് കോവിഡ് വ്യാപനത്തിന്റെ സമയത്താണ് ഇന്ത്യൻ വിപണി ഇത്രമാത്രം ഇടിവ് നേരിട്ടത്. എന്നാൽ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി എത്തുന്നുവെന്ന വാർത്തകൾ എത്തിയതോടെ സെൻസെക്സും നിഫ്റ്റിയും ഒക്കെ വീണ്ടും കുതിച്ചുകയറുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്ന ഇത്തരമൊരു സാഹചര്യം ഉടലെടുക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നോക്കിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് അറിയുന്നവരൊക്കെ പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് പ്രതിസന്ധി വരുമ്പോൾ നരേന്ദ്രമോദിക്കുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ്. എന്നെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കേണ്ട, ഞാൻ അങ്ങനെ അമരുന്നവനല്ല എന്ന് ഒരു തവണ അദ്ദേഹം പ്രശസ്ത മാധ്യമപ്രവർത്തകനായ രാജീവ് സർദേശായിയോട് പറഞ്ഞിട്ടുണ്ട്. അങ്കുഷ്ടൻ എന്ന പുരാണ കഥാപാത്രമായിട്ടാണ് നരേന്ദ്രമോദിയെ പൊതുവെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും മിത്രങ്ങളും വിലയിരുത്താറ്. വിമർശിക്കുകയും എതിർക്കുമ്പോഴും കൂടുതൽ വലുതായി വളരുന്ന ഒരാളാണ് അങ്കുഷ്ടൻ. എന്നാൽ നരേന്ദ്രമോദിയുടെ സ്വഭാവത്തിലെ ഈ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ജാതകത്തിലെ ഒരു സവിശേഷ യോഗം കാരണമാണെന്നാണ് പ്രമുഖ ജ്യോത്സ്യന്മാരൊക്കെ പറയുന്നത്. നീചഭംഗ രാജയോഗം എന്നാണ് ഇതിൻ്റെ പേര്. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണ് ഈ യോഗം പ്രവർത്തിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നരേന്ദ്രമോദി അതിൽ നിന്നും പുറത്തു വരുന്നത് വലിയ ലാഭം കൊയ്തുകൊണ്ടായിരിക്കും. ആ പ്രതിസന്ധികൾ നരേന്ദ്രമോദി എന്ന മനുഷ്യനെ വേറെയൊരു തലത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതായും കാണാറുണ്ട്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ഒരു ഗ്രഹം ഏറ്റവും ശക്തി കുറഞ്ഞ നീചം എന്ന അവസ്ഥയിൽ നിൽക്കുകയും അതിനെ ഭംഗം ചെയ്തുകൊണ്ട് മറ്റൊരു ഗ്രഹം ശക്തമായ സ്ഥലത്ത് വരികയും ചെയ്യുമ്പോഴാണ് നീചഭംഗ രാജയോഗം ഉടലെടുക്കുന്നത്. തുടക്കത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാവുകയും അതിനുശേഷം ചക്രവർത്തി തുല്യമായ നിലയിലേക്ക് ജാതകനെ ഈ യോഗം കൊണ്ടെത്തിക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഇത് വ്യക്തമാകുന്നുണ്ട്. ഗുജറാത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയ സമയമുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു നരേന്ദ്രമോദി അവിടുത്തെ മുഖ്യമന്ത്രിയുമായിരുന്നത്. 2001 ജനുവരി 26 ഗുജറാത്തിലെ കച്ചിലുണ്ടായ വൻ ഭൂമികുലുക്കം, ഗോദ്ര കലാപം, അതിനുശേഷം ഫെബ്രുവരി 2002 ഗുജറാത്ത് കലാപം എന്നിവ ചരിത്രത്തിൽ അന്നുവരെ ഒരു പുതുമുഖ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടികളിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നു. എന്നാൽ അന്നത്തെ അനിഷ്ട സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് രൂപപ്പെട്ടു വന്ന നരേന്ദ്രമോദി ആരായിരുന്നു എന്ന് ലോകത്തിന് മുഴുവൻ ഇപ്പോൾ അറിയാം. എന്നാൽ ഇതിന് വിപരീതമായി കാര്യമായ പ്രതിസന്ധികളോ തിരിച്ചടികളോ ഇല്ലാതിരിക്കുന്ന നരേന്ദ്രമോദി താരതമ്യേന ദുർബലൻ ആണെന്നും നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രതിസന്ധി നരേന്ദ്രമോദിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് കാലമായിട്ടെങ്കിലും അറിയുന്ന ഏതൊരാളും സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്.